ഹായ് ഹലോ നമസ്കാരം. ഈ ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിച്ചേ പറ്റൂ. അത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. വേറെ ഒന്നുമല്ല, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വെച്ചാൽ മനുഷ്യാവകാശം. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു ലേഡി വന്നിരുന്ന്, ഒരു സ്ത്രീ, നമ്മളിനി വേറൊന്നും പറയുന്നില്ല, അവർ വന്നിരുന്ന് മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനൽ, നമ്മുടെ പ്രവീൺ ൻ്റെയൊക്കെ വിഷയമുണ്ടല്ലോ, അപ്പോൾ പ്രവീണിൻ്റെ വിഷയത്തിൽ ഇത് കണക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ആ ചാനലിന് കൊടുക്കുന്നു. അതിൽ നിന്ന് പൈസ ഉണ്ടാകുന്നു. ഇതെന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണ് മാഡം? അവരുടെ അനുവാദമില്ലാതെ അവരുടെ വോയിസ് വിളിച്ചിട്ട്, ഹ്യൂമൻ റൈറ്റ്സിൽ നിന്നാണ് വിളിക്കുന്നത്, മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് വിളിച്ചിട്ട് സംസാരിക്കുന്നത് ഇത്തരം നാഗത്തരങ്ങൾ. ശരിക്കും ഇത്തരം മനുഷ്യാവകാശ ദംശനങ്ങളെ ആണ് നമ്മൾ എതിർക്കേണ്ടത്. ഇതെല്ലാ കാര്യങ്ങളും അറിയാവുന്ന, നിയമങ്ങൾ അറിയാവുന്ന ഒരു യുവതി വന്നിരുന്നു ഇതുപോലൊരു അശ്ലീലം കാണിക്കുമ്പോൾ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. എന്തായാലും പ്രവീൺ ഇതിനെ പറ്റി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, പ്രവീണിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവീൺ നേരത്തെ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. നമുക്കിവിടെ ഒരു കമൻട്രി പോസ്റ്റ് ഇട്ടിരുന്നു. അത് നമുക്കിവിടെ വെക്കാം. അപ്പോൾ കമൻട്രി പോസ്റ്റ് ഇട്ടിട്ടും ഇവരുടെ കുടുംബ വിഷയത്തെ പറ്റി ഭയങ്കര അന്വേഷണാത്മകമായ ഒരു ഇതൊക്കെ നടത്തുന്ന യൂട്യൂബ് ചാനലുകൾ നടത്തുന്നുണ്ട്. തെറ്റാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇതിനകത്ത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണുള്ളത്? നിങ്ങൾക്ക് എന്ത് റൈറ്റാണ് അവരുടെ കുടുംബത്തിൽ കയറി കാര്യങ്ങൾ അന്വേഷിക്കാനുള്ളത്? പല രീതിയിലും ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ നടക്കുന്നുണ്ട്. അതേ കണക്ക് അവിടുന്ന് കമൻ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് പ്രതികരിക്കുന്നു. ഇവരെ മോശക്കാരാക്കാൻ വേണ്ടി നോക്കുന്നു, അവരെ മോശക്കാരാക്കാൻ വേണ്ടി നോക്കുന്നു. ആക്ച്വലി അവരിട്ട കണ്ടന്റിനെ നമ്മൾ പ്രതികരിക്കുന്നതിലൊരു ന്യായമുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. എന്തായാലും ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വിളിച്ച ചേച്ചി ചെയ്ത മനുഷ്യാവകാശ ലംഘനം നമുക്കൊന്ന് കേട്ടുപോകും. പരാതി എന്തെങ്കിലും കൊടുത്തോ? ഇല്ല, പരാതിയൊന്നുമില്ല. നിങ്ങൾക്ക് പരാതിയില്ല? പക്ഷെ നമുക്കൊരു സ്ത്രീയെ ഇത് സ്ത്രീയെ ഉപദ്രവിക്കുന്ന കണ്ടാൽ ചോദിക്കാൻ, അതേപോലെ സ്റ്റേഷനിൽ വിളിച്ച് അവരെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു അധികാരം നമുക്കുണ്ട്. കാരണം ഇന്ന് ഈ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തില് സ്ത്രീകൾ പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. അവരുടെ ജീവൻ തന്നെ കളയാൻ ശ്രമിക്കാറുണ്ട്. ഇതിൽ കൂടി കുഞ്ഞും കൂടി ആകുമ്പോൾ പിന്നെ നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ നിങ്ങൾ ആകെ ഒരു തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഞാൻ അനിയൻ പറഞ്ഞു. അപ്പൊ അനിയന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതൊരു ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ വീഡിയോ എടുത്തു വെച്ചു. ഞാൻ ഒരിക്കലും അതല്ല. കാരണം ഒരിക്കലും എടുത്തു വെച്ചിരുന്നു എങ്കിൽ അപ്പൊ തന്നെ അവനിലോട് ചെയ്യാമായിരുന്നു. ഇതിപ്പോ അത് എടുത്തു വെച്ചത് എപ്പോഴെങ്കിലും ഇതിനെ കുറിച്ച് മോശമായ എതിര് അഭിപ്രായം വരുമ്പോ അതൊരു ബുദ്ധിമുട്ടാകരുത്. എനിക്ക് പേരിടയ്ക്ക് നിൽക്കുമ്പോൾ എന്റെ കുടുംബത്തെ നോക്കണം, എനിക്ക് പേരുടെ നോക്കണം, കുഞ്ഞിനെ നോക്കണം, എല്ലാവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഞാനായതുകൊണ്ട് എന്റെ മാനസികാവസ്ഥ വളരെ നീക്കാം. എനിക്കതൊന്നും ചെയ്തായിരിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊന്നും മെന്റൽ സ്റ്റേറ്റ് അവരുടെ വളരെ മോശം. കാരണം പ്രശ്നം കഴിഞ്ഞിട്ട് ഓക്കെ ആയി, കുഞ്ഞുള്ളതെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ വീണ്ടും ഈ ഒരു അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായപ്പോൾ തെറ്റ് ചെയ്ത് ആസ്വദിച്ചിട്ടും പിന്നെ അവരുടെ തെറ്റുകാരിയായപ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം അവൾ തന്നെയാണ് പറഞ്ഞത്, എനിക്ക് സത്യം എല്ലാവരും അറിയണമെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നി ഉറപ്പായിട്ട് അത് എത്തിക്കണം. അതുകൊണ്ടാണ് നമുക്ക് അതിൽ പരാതിയോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഉണ്ടായ അലിഗേഷൻ മാറ്റണം, അവരുടെ പേരിലുണ്ടായ ഒരു തെറ്റിദ്ധാരണ മാറ്റണം എന്നുള്ളതാണ്. അത് മാത്രമല്ലല്ലോ മോനെ, അതായത് നിങ്ങൾ പറയുമ്പോൾ കുടുംബക്കാരാണ്, ചേട്ടനനിയൻ ബന്ധം, അമ്മ അച്ഛൻ ബന്ധം, അമ്മായിമ്മ മരുമോള് ബന്ധം, ഇതൊരിക്കലും തകർന്നു പോകാൻ പാടില്ല. ശരിയല്ലേ? അപ്പോ നിങ്ങള് ഇത് ഒരു പരാതി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ പോലീസുകാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാണ്, ഇതിന്റെ നിയമ നടപടികൾ എന്താണെന്ന് വെച്ചാൽ എടുക്കണം എന്നുള്ളത് നമ്മളവിടെ കംപ്ലൈന്റ് സെല്ലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അയച്ചും കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഉപദ്രവിക്കപ്പെടുന്ന കണ്ടുകൊടുക്കാൻ നമുക്ക് പറ്റില്ല. മനസ്സിലായി? നമ്മൾ ഡ്യൂട്ടിയിൽ പെട്ടതാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാനും ഒരു സ്ത്രീയാണ്, എനിക്ക് മക്കളുണ്ട്. അപ്പോ നമുക്ക് ആ കാഴ്ചപ്പാടിലേ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും എന്താണെന്നുള്ളത് നമുക്ക് നിയമപരമായിട്ട് തന്നെ അത് നല്ല രീതിക്ക് അല്ല, ഞാൻ ആക്ച്വലി ഓക്കെ നിയമപരമായിട്ട് ഓക്കെ. എനിക്ക് അതേപോലെ സ്ട്രെസ് ആയിരിക്കും. ഇതിനിടയിൽ എനിക്ക് നടക്കാൻ താല്പര്യമില്ല, നമുക്ക് ഒട്ടും താല്പര്യമില്ല. നമുക്ക് ഞാനിപ്പോൾ ഒരു വീട് പോകുന്നത് വീട് എടുക്കുന്ന കാര്യത്തിലൊക്കെ എനിക്ക് വരുന്നത് സംസാരിക്കുന്ന ആരും വരുന്നതിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിയമപരമായിട്ട് എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് എനിക്കും നമുക്കും താല്പര്യമില്ല. ഇങ്ങനെ നോക്കാൻ തന്നെ വേറെ ആരും മാത്രമേ വൈഫിനകത്ത് മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ. പക്ഷെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നല്ല കുടുംബജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? സമാധാനം വേണ്ടേ?
സന്തോഷം വേണ്ടേ? പിന്നെ ആ കുഞ്ഞിന് അച്ചാച്ചന്മാര് ചിലപ്പന്മാരൊക്കെ വേണ്ടേ? അപ്പൊ അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അത് എന്താന്ന് വെച്ചാൽ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി. ഇതിനാണ് എക്സ്പെഷ്യലി വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നത്. അതായത് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച ചേച്ചിക്ക് തന്നെ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ. നിങ്ങളിത് പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ഒലക്കയുടെ മൂടിനാണ് അവിടെ കയറിയിരിക്കുന്നത്? ഒരു മനുഷ്യന്റെ അവകാശങ്ങളിൽ ഒന്നാണ് അവന്റെ എന്താ പറയുന്നത് സ്വകാര്യത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ആ സ്വകാര്യതയെ പോലും ലംഘിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ ഇതെടുത്തിട്ട് പൈസയ്ക്ക് വേണ്ടി ഈ വോയിസ് കച്ചവടം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറിയ പരിപാടിയല്ലേ? ആണോ അല്ലേ? നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രവീണോ ഒക്കെ അല്ലെങ്കിൽ പ്രവീണോ അവരുടെ കുടുംബമോ ഒക്കെ നിങ്ങൾക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് വിളിച്ചിട്ട് സംസാരിക്കുന്ന എന്താണ് ഇവരുടെ കുടുംബ വിഷയങ്ങൾ തീർക്കാമെന്ന്? ഇതാണ് ഹ്യൂമൻ റൈറ്റ്സ്. ഒരു സ്ത്രീക്ക് വേണ്ടി വിളിച്ചാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ചെയ്യുക, ആ കുടുംബത്തെ അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഇതൊക്കെയല്ലേ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇവിടെ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് ചെയ്യുന്നത്, അവർ 2 കണ്ടന്റ് ചെയ്ത് ആ കണ്ടന്റിനെ നിങ്ങൾക്ക് എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള അനുവാദമുണ്ട്. പക്ഷെ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ കയറി ചെയ്യാനുള്ള ഒരവകാശവും ഇല്ല. എന്തായാലും പ്രവീണ് ഇതിനെതിരെ ഒരു കേസുമായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു റെസിപ്റ്റും മറ്റുമൊക്കെ സായിയുടെ ചാനലിൽ നിന്ന്, അതായത് സീക്രട്ട് ഏജന്റ് സായിയുടെ ചാനലിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇവിടെ വെക്കാം. അതിനകത്ത് പ്രവീൺ തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് എന്താ പറയുന്നത്, യൂട്യൂബ് ചാനലുകൾ എന്താണ് ചെയ്യുന്നത്? ഇവരുടെ വീടിനെ ചുറ്റും കറങ്ങി നടക്കുക. ശരിയാണ്, ഇവരുടെ കാര്യത്തിൽ റീച്ചുണ്ട്. എനിക്ക് പ്രവീണിൻ്റെയും അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെയും കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അവർക്ക് ഈ കാര്യം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞല്ല. അവരുടെ അവസ്ഥ, ഇതേ കണക്കുള്ള ചാനലുകളുടെ അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടത്. നേരെ മറിച്ച് ഇവരെന്തെങ്കിലും ഒരു സമൂഹത്തിനോട് എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു രീതിയിലുള്ള സാമൂഹിക ദ്രോഹങ്ങൾ ചെയ്യാത്ത ഈ മനുഷ്യരെ കൂട്ടമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക, ഇത് തന്നെ കണ്ടന്റ് ആക്കിക്കൊണ്ട് പോവുക, ഈ കണ്ടന്റ് പിടിച്ച് തൂങ്ങിയിട്ട് മുന്നോട്ട് പോവുക. ഒരു ഉളുപ്പെന്ന് പറയുന്ന സാധനം യൂട്യൂബേഴ്സിനായാലും വേണം. സീരിയസ് ആയിട്ടും പറയുവാണ്, നിങ്ങൾ കണ്ടന്റ് എടുത്തോ. നിങ്ങൾക്ക് ആയിരക്കണക്കിന് കണ്ടന്റുകൾ ഇന്ന് ഹേമ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ആരും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അതിന് കാര്യം ഇതിന് റീച്ചുണ്ട്. റീച്ചുള്ളത് ചെയ്യുന്നതിലും തെറ്റില്ല. പക്ഷെ എന്തെല്ലാം വൃത്തികേടാണ്. ആ കുടുംബത്തിന് അവിടെ പ്രശ്നമുണ്ട്, അവരെ ആ കുടുംബത്തിന്റെ അപ്പുറത്തെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്. അവരെ അപ്പുറത്തെ കുടുംബമൊന്നും ഇവിടെ വിസിബിൾ ആക്കുന്നില്ലല്ലോ. ഏത് കുടുംബത്തിലാണ് പ്രശ്നമില്ലാതെ? നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമില്ലേ? ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നവരുടെ ആരുടെയും കുടുംബത്തിൽ പ്രശ്നമില്ലാതിരിക്കുക? എല്ലാവരുടെയും വീട്ടിൽ പ്രശ്നമുണ്ട്. നിങ്ങളെന്താ മാന്യന്മാരാവുന്നത്? എല്ലാവരുടെയും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത കുടുംബം അത് കുടുംബമല്ല. ഈ എന്താ പറയുന്നത്, ചട്ടിയും കലവുമ്പം തട്ടി മുട്ടിയിരിക്കും എന്ന് പറയുമാതിരി എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാ കുടുംബത്തിലും നമുക്ക് മറ്റുള്ളവരെ വിസിബിൾ ചെയ്യാത്ത ഒരുപാട് ഇഷ്യൂസും ഉണ്ട്. അല്ലെങ്കിൽ റിയൽ ലൈഫും ഒന്നാവണമെന്നുമില്ല. ഇനി അവരുടെ റിയൽ ലൈഫ് കൊണ്ടുവന്ന് അവർ പബ്ലിക് ആക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനൊന്നും പറ്റില്ല. അതല്ല ജീവിതം, അതല്ല നിങ്ങൾ പറയുക. നിങ്ങൾ അറിയാത്തവർ പറഞ്ഞു തരുവാണ്. ഈ ചാനലുകളിൽ കൂടുതലും അവർക്ക് പ്ലസൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് റീച്ച് കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ കൊണ്ടിടൂ. എല്ലാവരും ഈ പറയുമാതിരി ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരായാലും അവരെല്ലാ വിഷയവും നിങ്ങളെ അവതരിപ്പിക്കണമെന്നില്ല. അവർക്ക് നിങ്ങളെ കാണിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളാണ് അവർ കാണിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ അവിടെ പോയിട്ട് ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് ഇതറിയണം അതറിയണം. അവരുടെ അവകാശങ്ങളിലൂടെ നിങ്ങൾ കടന്നുകൊണ്ട എന്താവശ്യമാണുള്ളത്? എൻ്റെ 2 വീഡിയോ ഇട്ടപ്പം തന്നെ ചില ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉളുപ്പില്ലേ ഇതിടാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ 2 വീഡിയോയും ചെയ്തിരിക്കുന്നത് അവരുടെ ആ തന്ന 2 കണ്ടന്റിനെയും ബേസ് ചെയ്ത് മാത്രമാണ്. അല്ലാതെ ഞാൻ 2 അല്ല 3 4 കണ്ടന്റ് അവർ തന്നു, എന്നിട്ട് പോലും ഞാൻ 2 കണ്ടന്റിനെ പറ്റി സംസാരിച്ചുള്ളൂ. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കുടുംബങ്ങളാകുമ്പം പ്രശ്നങ്ങൾ കാണും. പ്രശ്നങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങളില്ല. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഭയങ്കര മാന്യം മര്യാദ, ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമില്ലാത്ത കണക്ക് ഒക്കെ വന്നിരുന്ന് കുറേ യൂട്യൂബേഴ്സ് സംസാരിക്കുന്നുണ്ട്. പിന്നെ ചിലരെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്, തള്ളയ്ക്ക് വിളിക്കുന്നുണ്ട്. എൻ്റെ പൊന്നട നീയൊക്കെ സമ്മതിച്ചു കേട്ടോ, നിന്നെയൊക്കെ സമ്മതിച്ചു. എവിടെയാണോ വിഷയങ്ങളില്ലാത്തത്? എവിടെയാണ് പ്രശ്നങ്ങളില്ലാത്തത്? പ്രശ്നങ്ങൾ ഇല്ല എന്ന് എന്താ പറയുന്നത്, എൻ്റെ വീട്ടിൽ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നവൻ്റെ പ്രശ്നങ്ങൾ എടുത്തിട്ട് മുമ്പോട്ട് വരുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അവർ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത, അവരെ ഒഴിച്ചു മാറ്റി നിർത്തിയിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് വരേണ്ട ഒരാവശ്യമില്ല. അവർ നല്ലവരോ മോശക്കാരോ അത് ഇവിടുത്തെ വിഷയമേ അല്ല. അവരുടെ ഫോളോവേഴ്സിന് അതൊരു വിഷയമേ അല്ല. ആണോ ഇല്ലയോ? അതൊരു വിഷയമല്ല. അവർ വ്യക്തി ജീവിതത്തിൽ എല്ലാവർക്കും നന്മയുണ്ട്, തിന്മയുണ്ട്. ആരും പെർഫെക്റ്റായിട്ടൊന്നും ജനിക്കുന്നേയില്ല, ജീവിക്കുന്നേയില്ല, ഒന്നുമില്ല.
നിങ്ങളെല്ലാവരും തുണിയില്ലാതല്ലേ ജീവിച്ചത്, അല്ലാതെ ഈ പ്രൈമറി ഫുള്ള് തുണി ഉടുത്തോണ്ടാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കോമൺ സെൻസ് ആണ്, അത് ആ രീതിയിൽ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ വേല് തന്നെ വിളവ് തിന്നുന്ന ഒരു രീതിയിലാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന സ്ത്രീ തന്നെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ കേസെടുക്കണം. ഇവർക്കെതിരെ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്, ശക്തമായി കേസെടുത്ത്. കാര്യം ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ഈ നിയമം പാലിക്കേണ്ട അല്ലെങ്കിൽ ഈ നിയമം നടപ്പാക്കേണ്ടവർ തന്നെ നിയമം തെറ്റിച്ചിരിക്കുകയാണ്. ഇത് ഒന്നാന്തര ചെറ്റത്തരം കാണിച്ചിരിക്കുന്ന നാഗത്തരം എന്ന് തന്നെ പറയേണ്ടി വരും. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.